പുതുക്കാട് നടുറോഡിൽ ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ ബാങ്ക് ജീവനക്കാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസിൽ കീഴടങ്ങിയ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച ആഘോഷിക്കും. പഞ്ചരത്ന കീർത്തനാലാപനവും ഗുരുവായൂർ കേശവൻ അനുസ്മരണവും ചൊവ്വാഴ്ച. അകമല വാഴക്കോട് ഭീതി പരത്തി ഒറ്റയാൻ. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയെ പടക്കം പൊട്ടിച്ച് വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് തുരത്തി. ചാവക്കാട് ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാനിന് തീപിടിച്ചു. സർവീസ് സെന്ററിലെ വാഹനമാണ് തീപിടിച്ചത്. ആളപായമില്ല. ലോകബാങ്കിന്റെയും IDRBയുടെയും സംഘം കടപ്പുറത്ത് കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. NK അക്ബർ MLA ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചത്. വാർത്തകൾ വിശദമായി. പുതുക്കാട് ബസാർ റോഡിൽ ഭാര്യയെ ഭർത്താവ് നടുറോഡിൽ വെച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ബസാർ റോഡിലെ SBI ബാങ്കിലെ ക്ലീനിംഗ് ജീവനക്കാരിയായ കൊട്ടേക്കാട് ഒഴലിക്കൽ വീട്ടിൽ ബിബിതയ്ക്കാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യയെ കുത്തിയ ശേഷം ഭർത്താവ് കേച്ചേരി സ്വദേശി കൂള വീട്ടിൽ ലിസ്റ്റിൻ പുതുക്കാട് പോലീസിൽ കീഴടങ്ങി. ലിസ്റ്റിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ബസ്സിറങ്ങി ബാങ്കിലേക്ക് പോകുന്നതിനിടെ പുതുക്കാട് പള്ളിക്ക് സമീപം വെച്ച് ലിസ്റ്റിൻ ബിബിതയെ കുത്തുകയായിരുന്നു. റോഡിൽ വീണുകിടന്ന യുവതിയെ നാട്ടുകാർ ചേർന്നാണ് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. 9 തവണ യുവതിക്ക് കുത്തേറ്റു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇരുവരും ഏതാനും നാളുകളായി അകന്നു കഴിയുകയാണ്. 10 വയസ്സുള്ള ഇവരുടെ മകൻ ലിസ്റ്റിന്റെ കൂടെയാണ് കഴിയുന്നത്. മകന്റെ ചികിത്സയ്ക്ക് പണം ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യവും ഭാര്യയോടുള്ള സംശയവുമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. ഏതാനും നാളുകൾക്ക് മുൻപ് ബാങ്കിലെത്തി ഭാര്യയെ ആക്രമിച്ച സംഭവത്തിൽ ലിസ്റ്റിനെതിരെ പുതുക്കാട് പോലീസിൽ പരാതിയുണ്ട്. പുതുക്കാട് സെന്ററിൽ നടുറോഡിൽ വെച്ച് യുവതിയെ ഭർത്താവ് പരിക്കേൽപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തായി. ബസാർ റോഡിലെ SBI ബാങ്കിലെ ക്ലീനിംഗ് ജീവനക്കാരിയായ കൊട്ടേക്കാട് ഒഴലിക്കൽ വീട്ടിൽ ബിബിതയ്ക്കാണ് കുത്തേൽക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ബസ്സിറങ്ങി നടന്നുവരുന്നതിനിടെ ഭർത്താവ് ലിസ്റ്റിൻ ബിബിതയ്ക്ക് നേരെ ഓടിവരുന്നതും ബിബിതയെ റോഡിൽ വെച്ച് തുടർച്ചയായി കുത്തുന്നതുമാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച ആഘോഷിക്കും. ദശമിയായ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ദ്വാദശി ദിവസമായ വ്യാഴാഴ്ച രാവിലെ 9 വരെ ക്ഷേത്രനട തുറന്നിരിക്കും. പൂജകൾക്ക് മാത്രമേ നട അടയ്ക്കൂ. ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം ചൊവ്വാഴ്ച രാവിലെ 9-ന് ആരംഭിക്കും. 100ഓളം കലാകാരന്മാർ ഒരുമിച്ച് ത്യാഗരാജ ഭാഗവതരുടെ 5 കീർത്തനങ്ങൾ ആലപിക്കും. ഗജരാജൻ ഗുരുവായൂർ കേശവൻ അനുസ്മരണവും നടക്കും. രാവിലെ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് 5 ആനകളോടെ ഗജഘോഷയാത്ര ആരംഭിച്ച് തെക്കേ നടയിലെ കേശവ പ്രതിമയ്ക്ക് മുന്നിലെത്തും. കൊമ്പൻ ഇന്ദ്രസൻ ആദരം അർപ്പിക്കും. അകമല വാഴക്കോട് ഭീതി പരത്തി ഒറ്റയാന്റെ വിളയാട്ടം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇറങ്ങിയ കാട്ടാനയെ നാട്ടുകാരും വനംവകുപ്പ് അധികൃതരും ചേർന്ന് പടക്കം പൊട്ടിച്ച് തുരത്തി. ഒറ്റയാൻ വാഴക്കൊമ്പനാണ് കഴിഞ്ഞ 2 ആഴ്ചയായി മേഖലയിൽ ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്നത്. വാഴകൾ നശിപ്പിച്ച് വാഴപ്പിണ്ടി മാത്രം ഭക്ഷിക്കുന്നതിനാലാണ് നാട്ടുകാർ ഒറ്റയാനെ വാഴക്കൊമ്പൻ എന്ന് പേരിട്ടിരിക്കുന്നത്. ഏതാനും ദിവസം മുൻപ് അകമല റെയിൽവേ ട്രാക്കിനു സമീപത്തേക്ക് കാട്ടാന എത്തിയിരുന്നു. ഇതേ തുടർന്ന് റെയിൽവേ അധികൃതർ വനംവകുപ്പിനെ ആനയെ തുരത്താൻ കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് വനംവകുപ്പ് സംഘം ആനയെ തുരത്തുന്നതിനായി കാട്ടിൽ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കാട്ടാനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അകമലയിലെ കാട്ടാന ഭീഷണിയിൽ അടിയന്തര നടപടി ആവശ്യപ്പെടുന്നതായി പ്രതിപക്ഷ കൗൺസിലർ K. അജിത് കുമാർ പറഞ്ഞു. സംസ്ഥാനത്തിന് വനംവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വൻ തുകയിൽ ഒരു പങ്ക് പോലും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നില്ല എന്നത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ആനയെ തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രദേശവാസികൾ സംഘടിപ്പിച്ച് ശക്തമായ പ്രതിഷേധമുയർത്താൻ കോൺഗ്രസ് പാർട്ടി നിർബന്ധിതമാകുമെന്നും K. അജിത് കുമാർ പറഞ്ഞു. ചക്കക്കൊമ്പൻ അരിക്കൊമ്പൻ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം അകമലയിൽ വാഴക്കൊമ്പൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അത് കൂട്ടമായിട്ടല്ല ഒറ്റയ്ക്കാണ് നടക്കുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. സ്വാഭാവികമായി ഒറ്റയാന്മാർ ആളുകളെയും മറ്റുള്ളതിനൊക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഴക്കൊമ്പൻ അടക്കമുള്ള ആനകളെ ഇങ്ങോട്ട് ചുരം കിടന്ന് വന്ന ആനകളെ തിരിച്ച് അവരുടെ പഴയ ആവാസ വ്യവസ്ഥയിലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി സർക്കാർ സ്വീകരിക്കേണ്ടതാണ്. ചാവക്കാട് ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാനിന് തീപിടിച്ചു. ആളപായമില്ല. മാരുതി സർവീസ് സെന്ററിലെ വാഹനത്തിനാണ് തീപിടിച്ചത്. തങ്ങൾപ്പടിയിൽ നിന്ന് സർവീസിനായി പോകുമ്പോഴായിരുന്നു തീപിടുത്തം. വാഹനം ഓടിച്ചിരുന്ന പേരകം സ്വദേശി കൃഷ്ണപ്രസാദ് വാനിന്റെ ഉള്ളിൽ നിന്ന് പുക വരുന്നത് കണ്ടതോടെ വാഹനം നിർത്തി പുറത്തേക്ക് ഓടിയ ഉടൻ വാഹനം കത്തി.
വയറിംഗിലെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുവായൂരിൽ നിന്ന് ഫയർ സ്റ്റേഷൻ ഓഫീസർ കൃഷ്ണസാഗരന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. ചാവക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങൾ ലോകബാങ്കിന്റെയും IDRBയുടെയും സംഘം സന്ദർശിച്ചു. കടൽക്ഷോഭം നേരിടുന്ന പ്രദേശങ്ങളിൽ ടെട്രോപാഡ് ഉപയോഗിച്ച് ലോകബാങ്ക് ഫണ്ട് പ്രയോജനപ്പെടുത്തി ആധുനിക രീതിയിൽ സംരക്ഷണ ഭിത്തി പണിയുന്നതിന്റെ ഭാഗമായുള്ള പ്രാഥമിക പരിശോധനയ്ക്കാണ് ഉദ്യോഗസ്ഥന്മാരും ശാസ്ത്രജ്ഞന്മാരും അടങ്ങിയ സംഘം സ്ഥലം സന്ദർശിച്ചത്. NK അക്ബർ MLA ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചത്. കടപ്പുറം പഞ്ചായത്തിലെ കടലേറ്റ ഭീഷണിക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിലേക്കാണ് 60.5 കോടി രൂപയ്ക്ക് ടെട്രോപാഡ് ഉപയോഗിച്ച് 2.5 കിലോമീറ്റർ ദൂരം കടൽഭിത്തി നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചത്. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് ലോകബാങ്കിന്റെ കൂടി ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ കടൽഭിത്തി തകർന്ന പ്രദേശങ്ങളിൽ 60 ലക്ഷം രൂപയുടെ കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ചന്ദ്രാപിന്നിയിൽ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ചതായി പരാതി. ചന്ദ്രാപിന്നി 17-ാം കല്ല് സ്വദേശി തോട്ടാരത്ത് വീട്ടിൽ സുഹാസിനാണ് മർദ്ദനമേറ്റത്. 17-ാം കല്ല് ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. തലയ്ക്കും മുഖത്തും പരിക്കേറ്റ സുഹാസ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവവുമായി ബന്ധപ്പെട്ട് 10ഓളം പേർക്കെതിരെ കയ്പമംഗലം പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41-ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ശൃംഗപുരം P. ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് നടക്കുക. ഗീതാ റാണിയാണ് NDA സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയായി PU സുരേഷ് കുമാറും LDF സ്ഥാനാർത്ഥിയായി GS സുരേഷുമാണ് മത്സരരംഗത്തുള്ളത്. 831 വോട്ടർമാരാണ് വാർഡിൽ ഉള്ളത്. അഡ്വക്കേറ്റ് DT വെങ്കിടേശ്വരൻ കൗൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് BJPയുടെ സിറ്റിംഗ് സീറ്റായ 41-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. നാട്ടിക പഞ്ചായത്ത് 9-ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. വാർഡ് മെമ്പറായിരുന്ന CPM അംഗം KB ഷൺമുഖന്റെ നിര്യാണത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ്. തൃപ്രയാർ AUP സ്കൂളിൽ 2 ബൂത്തുകളിലായി രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മൊത്തം 1516 വോട്ടർമാരാണ് ഉള്ളത്. LDF സ്ഥാനാർത്ഥി V. ശ്രീകുമാർ, UDFിലെ P. വിനു, NDAയിലെ ജ്യോതിദാസ് എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. LDF ഭരണത്തിലുള്ള പഞ്ചായത്തിൽ നിലവിൽ LDF 5, UDF 5, NDA 3 എന്നിങ്ങനെയാണ് കക്ഷിനില. ബുധനാഴ്ച രാവിലെ 10-ന് നാട്ടിക പഞ്ചായത്ത് ഹാളിൽ വോട്ടെണ്ണൽ നടക്കും. അമൃത് കുടിവെള്ള പദ്ധതി നടപ്പാക്കിയതിലെ പാളിച്ച മൂലം അന്തിക്കാട് 9-ാം വാർഡിലെ നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളം മലിനമാകുന്നതായും കൊതുക് ശല്യത്താൽ അസുഖങ്ങൾ പതിവാകുന്നതായും ആക്ഷേപം. അന്തിക്കാട് KK മേനോൻ ഷെഡിനും പേരാൻ മാർക്കറ്റിനും ഇടയിലായി ചിറയത്ത് അത്താണിക്കൽ ഷാജു, തട്ടിൽ മണ്ടി ടോണി, തട്ടിൽ പിയൂസ്, അരുന്ധതി സത്യൻ തുടങ്ങി 8 വീട്ടുകാരാണ് അമൃത് കുടിവെള്ള പദ്ധതിക്ക് പൈപ്പിടുന്നതിനിടയിൽ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള പൈപ്പ് പൊളിച്ചു കളഞ്ഞതിനാൽ മലിനവെള്ളക്കെട്ടിലകപ്പെട്ടത്. പദ്ധതി നിർവഹണം കാര്യക്ഷമമായി നടത്താത്തതാണ് ഈ അവസ്ഥയ്ക്ക് ഇടയാക്കിയത്. പഞ്ചായത്ത് അധികൃതരോടും ജലവകുപ്പിനോടും പലതവണ പരാതിപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. പൈപ്പിടൽ നടക്കുമ്പോൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സമാന്തരമായി കനാൽ നിർമ്മിച്ചില്ലെങ്കിൽ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയെങ്കിലും പൈപ്പിടലിന് ശേഷം ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ പൈപ്പിടൽ പൂർത്തിയായി 3 വർഷമായിട്ടും അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മഴയത്ത് ഒഴുകിയെത്തുന്ന വെള്ളം കിണറുകൾക്ക് ചുറ്റുമായും പറമ്പുകളിലും കെട്ടിക്കിടക്കുന്നത് മൂലം പ്രദേശത്ത് അസുഖങ്ങളും പതിവാകുകയാണ്. പറമ്പിലെ കൃഷികളും നശിക്കുകയാണ്. പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പഞ്ചായത്തും ജലസേചന വകുപ്പും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃതം കുടിവെള്ള പദ്ധതിയുടെ കാന പൊളിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന വെള്ളം ആ പൈപ്പ് വഴിയാണ് റോഡ് ക്രോസ് ചെയ്ത് പോയിരുന്നത്. ആ പൈപ്പ് പൊട്ടുകയും അതിനു ശേഷം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ ഈ പറമ്പിൽ കെട്ടിക്കിടക്കുന്നൊരവസ്ഥയാണ്. വെള്ളം യാതൊരു വഴിക്കും ഒഴിഞ്ഞു പോകുന്നില്ല. അങ്ങനൊരവസ്ഥയിൽ പലവട്ടം ഞങ്ങൾ പറഞ്ഞെങ്കിലും ഇതുവരെ ഞങ്ങൾക്ക് അതിലൊരു പരിഹാരം ഉണ്ടായി കിട്ടിയിട്ടില്ല. ഈ കിണറ്റിലുള്ള വെള്ളം കുടിക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. ഇപ്പോഴും ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടാണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നതും കുടിക്കാനും മറ്റും ഉപയോഗിച്ചത്. വേറെ മാർഗ്ഗങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഈ കിണറ്റിൽ നിന്ന് തന്നെ വെള്ളം കോരുകയാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തു തരാം. TCV ന്യൂസ്, തൃശ്ശൂർ. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഏങ്ങണ്ടിയൂർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി KMCC സീനിയർ അംഗം ഉബൈദ് ചേറ്റുവ ഉദ്ഘാടനം ചെയ്തു.
എങ്ങണ്ടിയൂർ മുസ്ലിം ലീഗ് പ്രസിഡന്റ് RM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. പ്രവാസി ലീഗ് ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി BMT റൌഫ്, സുബൈർ വലിയകത്ത്, VS റഫീഖ്, VA ഷുസുദ്ദീൻ, PM റാഫി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പെരുമ്പിലാവ് ആൽത്തറ മേഖലയിൽ അനധികൃതമായി പാറ ഖനനം നടത്തുന്ന പോപ്പുലർ ഗ്രാനൈറ്റ്സിനെതിരെ മുല്ലപ്പള്ളി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ആൽത്തറ സെന്ററിൽ നിന്നും പ്രതിഷേധക്കാർ കാൽനടയായി ക്വാറിക്ക് മുന്നിലെത്തി പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചു. ക്വാറിയുടെ പ്രവർത്തനം മൂലം വീടുകൾ തകരുകയും കിണറുകൾ മലിനമാവുകയും അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നതായും നാട്ടുകാർ പറഞ്ഞു. 25 വർഷത്തിലധികമായി മിച്ചഭൂമിയും പട്ടയഭൂമിയും കയ്യേറിയാണ് അനധികൃത പാറ ഖനനം നടക്കുന്നത് എന്ന് നാട്ടുകാർ ആരോപിച്ചു. പ്രതിഷേധ സദസ്സ് മുല്ലപ്പള്ളി കുന്ന് സംരക്ഷണ സമിതി ചെയർമാൻ സജീവ് വലിയപളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പള്ളി കുന്ന് സംരക്ഷണ സമിതി കൺവീനർ VM നസറുദ്ദീൻ, വൈസ് ചെയർമാൻ MA കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. റഫീഖ് ആൽത്തറ, രാജേഷ്, ഗിരീഷ്, ജിഷ്ണു എന്നിവർ പ്രതിഷേധ സദസ്സിന് നേതൃത്വം നൽകി. മാള അന്നമനട കുമ്പിടിയിൽ ബാറിന്റെ പാർക്കിംഗ് ഏരിയയിലുണ്ടായ വാക്കുതർക്കത്തിനിടെ ഒരാൾക്ക് കുത്തേറ്റു. കുമ്പിടി സ്വദേശി വടക്കേടത്ത് ഫ്രാൻസിസിനാണ് കുത്തേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ പ്രതിയായ എറണാകുളം ജില്ലയിൽ കാപ്പ ചുമത്തപ്പെട്ട വട്ടപ്പറമ്പ് സ്വദേശി മഴുവഞ്ചേരി റിജോയെ മാള SI KK ശ്രീനിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. കേസിൽ പ്രതികളായ അനുരാഗ്, അരുൺ എന്നിവരെ പിടികൂടാനുണ്ട്. കുത്തേറ്റ ഫ്രാൻസിസ് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പാട്ട് പാടിയത് ചോദ്യം ചെയ്തതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് എന്ന് പോലീസ് പറഞ്ഞു. പാടത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കി കൃഷി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോവിലകം പടവിലെ കർഷകർ ചാഴൂർ കൃഷിഭവൻ ഓഫീസ് ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ കൃഷിയിറക്കിയ 450 ഏക്കർ വരുന്ന പടവിൽ വെള്ളം നിറഞ്ഞ് നെൽച്ചെടികൾ വെള്ളത്തിനടിയിലായിരുന്നു. 9 ദിവസം കഴിഞ്ഞിട്ടും വെള്ളം വറ്റിച്ച് കൃഷി സംരക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസം പാടശേഖര സമിതി ഭാരവാഹികൾ ADAയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ 500 തറയിലെ മോട്ടോർ പമ്പ് പ്രവർത്തിപ്പിച്ച് വെള്ളം വറ്റിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ അത് നടപ്പാക്കിയില്ല. നേരത്തെ അന്തിക്കാട് പടവിന് കീഴിലായിരുന്ന ഈ കൃഷിയിടങ്ങൾ ഇപ്പോൾ സ്വതന്ത്രമായി കോവിലകം പാടശേഖര സമിതി എന്ന പുതിയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് യഥാസമയം വെള്ളം വറ്റിക്കാൻ കഴിയാത്തത് എന്നാണ് കർഷകരുടെ ആരോപണം. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് സ്ഥലത്തെത്തി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ വിവിധ പടവ് ഭാരവാഹികളുടെയും കൃഷി ഉദ്യോഗസ്ഥരുടെയും കർഷകരുടെയും സംയുക്ത യോഗം ചേർന്ന് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു. കൃഷി ഓഫീസ് ഉപരോധിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 9 ദിവസമായി കോവിലകം പടവ് പകുതി വിളവിറക്കിയതിന് ശേഷം ഇപ്പോൾ വെള്ളം മുങ്ങിക്കെടുക്കുന്നുണ്ട്. നടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കുറേ ഭാഗം ഞങ്ങൾ നട്ടിട്ടുണ്ട്, പക്ഷേ ബാക്കി ഭാഗങ്ങൾ നട്ടിട്ടില്ല. നടാനായിട്ട് ഇട്ട ഞാറ് മുഴുവൻ ചീഞ്ഞു പോയി, ബാക്കി നട്ടതും ചീഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇനിയും ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരി പോലും വെള്ളം ഇറങ്ങിയിട്ടില്ല. മോട്ടോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അവിടെ കഴിയണില്ല. കഴിയാവുന്ന മോട്ടറാണെങ്കിൽ ചെറിയ തർക്കത്തിൻ്റെ പേരിൽ, അന്തിക്കാട്ട് പടവുകാരായിട്ടുള്ള തർക്കത്തിൻ്റെ പേരിൽ അവരത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കണില്ല. അവരിങ്ങനെ ഓരോ ന്യായങ്ങൾ പറയണം. അത് കൃഷി മറ്റത്തൂരിലെ ഫോട്ടോ മ്യൂസിയത്തിൽ 1 മാസം നീളുന്ന ഫോട്ടോഗ്രാഫി പ്രദർശനത്തിന് തുടക്കമായി. സൈലൻസ് ആൻഡ് കെയോസ് എന്ന പേരിലുള്ള ഫോട്ടോഗ്രാഫി പ്രദർശനം യാത്രികനും സഞ്ചാര സാഹിത്യകാരനുമായ ഡോക്ടർ KB ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. ഇരിഞ്ഞാലക്കുട നഗരസഭ മുൻ ചെയർപേഴ്സൺ സോണിയാഗിരി, മ്യൂസിയം ഡയറക്ടർ പ്രവീൺ P, മോഹൻദാസ്, പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, അക്കാദമിക് ഡയറക്ടർ നന്ദകുമാർ മൂടാടി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗായകരായ സണ്ണി വിശ്വനാഥ്, അർജുൻ ദേവ്, ഗീതിയ വർമ്മൻ, ശ്രീകാന്ത്, ശശികാന്ത് എന്നിവരുടെ സംഗീത സന്ധ്യ അരങ്ങേറി. അടുത്ത മാസം 10 വരെ പ്രദർശനം നീണ്ടുനിൽക്കും. നിശബ്ദമെങ്കിലും ആസ്വാദകരോട് വാചാലമാകുന്ന വേറിട്ട ചിത്രങ്ങളാണ് മറ്റത്തൂരിലെ ഫോട്ടോ മ്യൂസിയത്തിൽ ആരംഭിച്ച സൈലൻസ് ആൻഡ് കെയോസ് ക്യൂറേറ്റഡ് ഫോട്ടോ പ്രദർശനത്തിൽ ഉള്ളത്. അജയ് പാങ്ങിൽ, ഡോക്ടർ രാജശേഖര വർമ്മ, നിരഞ്ജൻ ദാസ് ശർമ്മ, രാജീവ് മണ്ണയം, ഡോക്ടർ കൃഷ്ണകുമാർ മേച്ചൂർ, സേവി മാളിയക്കൽ അടക്കമുള്ള 13 ഫോട്ടോഗ്രാഫർമാർ പകർത്തിയതാണ് പ്രദർശനത്തിലുള്ള 17 ചിത്രങ്ങൾ. ജീവിതത്തിലെ 2 വൈരുദ്ധ്യ തലങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ് പ്രദർശനമെന്ന് ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലായാലും പ്രവൃത്തിയിലായാലും ചിന്തയിലായാലും ഒക്കെ ഉണ്ടാകുന്ന കുറേ വൈരുദ്ധ്യങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും. അതിന്റെ 2 തലങ്ങളാണ് ഈ ഒരു നിശബ്ദത എന്ന് പറയുന്നത്, ഈ ഒരു അസ്വസ്ഥത എന്നാണ് പറയാവുന്ന മറ്റൊന്നും. അങ്ങനെ നമ്മൾ നിശബ്ദത എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും
ഈ ചിത്രങ്ങളിലൊക്കെ നിശബ്ദതയോടൊപ്പം തന്നെ വളരെ ഒരു ശാന്തത കൂടിയുണ്ട്. അത്തരം ഒരു കുറെ കാഴ്ചകളുടെ ഒരു കളക്ഷനാണ് ഈ ചുമരിൽ ഇരിക്കുന്നത്. ഗാലറിയുടെ ഒരു ഭാഗത്ത് സൈലൻസ് വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങളും മറുഭാഗത്ത് കയോസ് വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങളും ആസ്വാദകർക്കായി വിന്യസിച്ചിരിക്കുന്നു. ജനുവരി 10 പ്രദർശനം സമാപിക്കും. TCV ന്യൂസ്, കൊടകര. BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യമാകെ ദളിത് ജനവിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം വർദ്ധിച്ചിരിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA പറഞ്ഞു. അഖിലേന്ത്യാ ദളിത് അവകാശ സംരക്ഷണ സമിതി മണ്ഡലം കൺവെൻഷൻ കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ നഗരസഭാ ചെയർപേഴ്സൺ MU ഷിനിജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബാബു ചിങ്ങാരത്ത്, CPI സംസ്ഥാന കൗൺസിൽ അംഗം KG ശിവാനന്ദൻ, PP സുഭാഷ്, CC വിപിൻചന്ദ്രൻ, EC അശോകൻ, അജിത് പുല്ലൂറ്റ്, MK ഹരിഹരൻ, EC അശോകൻ എന്നിവർ സംസാരിച്ചു. MLA ഫണ്ടിൽ നിന്നും വടക്കാഞ്ചേരി വനം വകുപ്പ് RRTക്ക് നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് വാഴാനി ഡാം പരിസരത്ത് നടന്നു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഫ്ളാഗ് ഓഫ് ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. DFO രവികുമാർ വീണ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, നഗരസഭാ ചെയർമാൻ VN സുരേന്ദ്രൻ, സിമി അജിത് കുമാർ, KK ഉഷാദേവി, മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ R ആനന്ദ്, വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ P വിനോദ് എന്നിവർ സംസാരിച്ചു. മേലൂർ ശാന്തിപുരത്ത് വീടിന്റെ ടെറസിൽ നിന്നും വീണ വീട്ടമ്മ മരിച്ചു. പറപ്പള്ളി വർഗീസിന്റെ ഭാര്യ 65 വയസ്സുള്ള സെലീനയാണ് മരിച്ചത്. ടെറസിൽ നിന്നും കൊപ്ര എടുക്കുന്നതിന് പുറത്തുള്ള ഗോവണിയിൽ കൂടി കയറിയതായിരുന്നു. തിരിച്ചിറങ്ങുന്നതിനിടെ കാൽവഴുതി വീഴുകയായിരുന്നു. ഉടൻ തന്നെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മതിലകം കൂളിമുട്ടത്ത് ബൈക്ക് യാത്രികനായ യുവാവിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിൽ ഒരാളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. മതിലകം കൂളിമുട്ടം ഭജനമഠം സ്വദേശി രാമത്തുവീട്ടിൽ ദിലീപാണ് അറസ്റ്റിലായത്. കേസിലെ മറ്റു പ്രതികളായ രാഹുൽ രാജ്, അഖിൽ എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ നവംബർ 7 ഇളയരാംപുരയ്ക്കൽ പ്രശോഭിയെ ഇവർ സംഘം ചേർന്ന് ആക്രമിച്ചത്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം എന്ന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ പ്രശസ്തമായ ഗുരുവായൂരപ്പ ഭക്തിഗാന മാതൃകയിൽ മറ്റൊരു ഗാനം കൂടി ഹിറ്റാകുന്നു. കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയുടെ വരികളിൽ പിറന്ന ഒരു നോക്ക് കാണാതെ വയ്യ, തിരുനാമം കേൾക്കാതെ വയ്യ എന്ന ഗാനമാണ് വൈറലാകുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനപ്പാപ്പാനായിരുന്ന കവി ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയുടെ വരികൾക്ക് സജീവ് എടത്തളയാണ് ഈണം നൽകിയിരിക്കുന്നത്. പിന്നണി ഗായകൻ V ദേവാനന്ദ് ആലപിച്ച ഗാനം പവൻ ചിത്രാഞ്ജലിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഗാനത്തിന്റെ റിലീസിംഗ് നിർവഹിച്ചു. നിധി ഗുരുവായൂർ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഗാനം റിലീസ് ചെയ്തത്. കുഴൂർ പഞ്ചായത്തിൽ പനമ്പള്ളി ഗോവിന്ദമേനോന്റെ പേരിലുള്ള തെക്കൻ താണിശ്ശേരി കല്ലിയാട് റോഡ് പുനർനിർമ്മാണം പാതി വഴിയിൽ. തുടർ നടപടികൾ എങ്ങുമെത്തിയില്ല. നടപടികൾ വേഗത്തിലാക്കുമെന്ന സർവകക്ഷി യോഗത്തിൽ ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി 6 മാസം കഴിഞ്ഞിട്ടും റോഡ് ഇപ്പോഴും നടുവൊടിക്കുന്ന അവസ്ഥയിലാണ്. കരാറുകാരൻ ഉപേക്ഷിച്ചു പോയതോടെ റോഡ് പുനർനിർമ്മാണം നടക്കാത്തതിനാൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നത്. യോഗത്തിൽ വെച്ച് ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. റോഡിന്റെ പുനർനിർമ്മാണം 2022 ഏപ്രിൽ മാസത്തിലാണ് ആരംഭിച്ചത്. കൾവർട്ടുകളുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. കുഴൂർ ഗ്രാമപഞ്ചായത്തിലുള്ള പാറപ്പുറം, താണിശ്ശേരി, തിരുമുക്കുളം, കള്ളിയാട് റോഡാണ് വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തത്. ജില്ലാ പഞ്ചായത്താണ് 20 വർഷം മുമ്പ് ആ റോഡ് ടാർ ചെയ്തു. അതിനുശേഷം നിലവിൽ യാതൊരുവിധ മെയിൻ്റനൻസ് വർക്കുകളും ചെയ്യാതായപ്പോഴാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ PMGSYക്ക് ആ റോഡ് വിട്ടുകൊടുക്കുകയും വർക്കുകൾക്ക് ടെൻഡർ നടപടികൾ സ്വീകരിക്കും. ടെൻഡർ ഒരു റെജി എന്ന് പറഞ്ഞ ആൾ എടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ റെജി എന്ന് പറഞ്ഞ കോൺട്രാക്ടർ കോൺക്രീറ്റ് വർക്കുകൾ മാത്രം നടത്തി ടാറിംഗ് വർക്കുകൾ നടത്താതെ ആ റോഡ് പണി ഇട്ടിട്ട് പോയിട്ടുള്ളതാണ്. റോഡ് പണി ഉപേക്ഷിച്ച് പോയിട്ടുള്ളതാണ്.
PMGSOയുടെ ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെ സർവ്വ രാഷ്ട്രീയ കക്ഷികളെയും വിളിച്ചത് യോഗം വിളിക്കുകയും അവർ അടിയന്തരമായിട്ട് തന്നെ നിലവിൽ റീടെൻഡറിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി റീടെൻഡർ നടത്തി കോൺട്രാക്ടർക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും 5 മാസം കഴിഞ്ഞു. നിലവിൽ ഇതുവരെ ഒരു വർക്കുകളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ ഭാഗങ്ങൾ ഉയർത്തിയതോടെ വാഹനങ്ങൾക്ക് പോകാൻ പ്രയാസമായിരിക്കുകയാണ്. 2.5 വർഷമായി കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. ഈ കരാറുകാരനെ ഒഴിവാക്കി വീണ്ടും നടപടികൾ പൂർത്തിയാക്കാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കഴിഞ്ഞിട്ടുമില്ല. 3.86 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ നിർമ്മാണം നിലച്ചിട്ട് 2.5 വർഷം പിന്നിട്ടു. 207.64 ലക്ഷം രൂപയ്ക്കാണ് നിർമ്മാണത്തിന്റെ കരാർ നൽകിയിരുന്നത്. 18.69 ലക്ഷം രൂപ 5 വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണികൾക്കുമായി ഉണ്ടായിരുന്നു. TCV മാള. മരത്താക്കരയിൽ സ്കൂട്ടറടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. മരത്താക്കര സ്വദേശി വിയ്യത്ത് 64 വയസ്സുള്ള സിദ്ധാർത്ഥനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് ബസ്സിറങ്ങി റോഡ് മുറിച്ചു കടക്കുമ്പോൾ സ്കൂട്ടർ ഇടിച്ചായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം സംഭവിച്ചത്. ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാട്ടൂർ സ്വദേശി മരിച്ചു. പൊന്നനം ചേലക്കത്തറ സ്വദേശി നടുപറമ്പിൽ സുനിലൻ ആണ് മരിച്ചത്. പൊന്നനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട് പെയിന്റ് ചെയ്യുന്നതിനിടെ വീണ് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആരോഗ്യരംഗത്ത് നിലവിൽ തൊഴിലെടുക്കുന്നവരുടെ ആശങ്കകൾ അകറ്റി തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ചാവക്കാട് വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സുലൈഖ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഇബ്രാഹിം വെള്ളില, ഷാജു പ്രമീള, ദിലീപ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷേർലി പ്രേമൻ, കോമളം രാമചന്ദ്രൻ, ലെസ്റ്റൻ, മേഖലാ സെക്രട്ടറി രമ രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. വരവൂർ വേട്ടാണി വളവിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ട്രാൻസ്ഫോർമറിൽ ഇടിച്ചു കയറി. ട്രാൻസ്ഫോർമറിന്റെ സുരക്ഷാ വേലി തകർത്താണ് വാൻ ഇടിച്ചു കയറിയത്. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ പെരിന്തൽമണ്ണ സ്വദേശികളായ 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ വാഹനം ഭാഗികമായി തകർന്നു. വരവൂർ ഭാഗത്തു നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് വളവിൽ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. കുറുമ്പിലാവ് GLPS സ്കൂളിൽ അന്തിക്കാട് BRC സമഗ്ര ശിക്ഷ കേരളം സ്റ്റാഴ്സ് പദ്ധതി പ്രകാരം അനുവദിച്ച അഡീഷണൽ ക്ലാസ് മുറികൾ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ക്യാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, ജനപ്രതിനിധികളായ NN ജോഷി, PS നജീബ്, KV ഇന്ദുലാൽ, PK ഓമന, രമ്യ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ വിദ്യാലയത്തിന് പ്രീ പ്രൈമറിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ യാത്രയിൽ നമ്മുടെ പ്രിയനായ പ്രസിഡന്റ് ചില കാര്യങ്ങൾ സർക്കാരും നമ്മുടെ പ്രദേശത്തെ സ്കൂളെ സംബന്ധിച്ചുമല്ല. വടാനപ്പള്ളി ആൽമാവ് ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷയായി. 10ാം വാർഡ് അംഗം സന്തോഷ് പണിക്കശ്ശേരി, പഞ്ചായത്ത് സെക്രട്ടറി AL തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, ജനപ്രതിനിധികളായ സരിത ഗണേശൻ, റന്യ ബിനീഷ്, ശ്രീകല ദേവാനന്ദ്, ഷൈജ ഉദയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പഴഞ്ഞി ഇമാനുവേൽ മാർത്തോമ പള്ളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിന്റർ നാലിയ കരോൾ റോഡ് ഷോ ആവേശകരമായി. നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും കരോൾ റോഡ് ഷോയ്ക്ക് അകമ്പടിയായി. വികാരി ഫാദർ അനു ഉമ്മൻ, ട്രസ്റ്റി VK ഡെന്നി, സെക്രട്ടറി സാം മോൺസി, ജോയിന്റ് ട്രസ്റ്റി TG രാജു, പ്രോഗ്രാം കൺവീനർ ഡെൻസ്റ്റിൻ ഡെന്നി എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി ദിനാചരണം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷയായിരുന്നു. ബാലപ്രതിഭാ പുരസ്കാര ജേതാവ് അബ്ദുൽ ഹാദി, നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻ മുഹമ്മദ് സാലിഹ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ മുഹമ്മദ് ഹസ്ബിൻ ഹസൻ, സംസ്ഥാന ഇൻക്ലൂസീവ് കായികോത്സവ പ്രതിഭകൾ എന്നിവരെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, വിജിത സന്തോഷ്, സാലിഹ ഷൌക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
ഇരുവൃക്കകളും തകരാറിലായ യുവതി സുമനസ്സുകളുടെ സഹായം തേടുന്നു. 4 വർഷത്തിലധികമായി ഡയാലിസിസിന് വിധേയമായി കൊണ്ടിരിക്കുന്ന തിരുവത്ര തേർലി പീതാംബരൻ ഭാര്യ സന്ധ്യയാണ് വൃക്ക മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. അടിയന്തരമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയെങ്കിലും പണമില്ലാത്തതിനാൽ ശസ്ത്രക്രിയ നീണ്ടുപോവുകയാണ്. ഭർത്താവ് പീതാംബരൻ ചാവക്കാട് ബസ് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ്. 3 മക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത്. പീതാംബരൻ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം മുന്നോട്ടു പോകുന്നത്. ഭാര്യ സന്ധ്യയ്ക്ക് വൃക്ക നൽകാൻ പീതാംബരൻ തയ്യാറാണെങ്കിലും പണമില്ലാത്തതിനാൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ഇതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സഹായ സമിതി രൂപീകരിച്ച് ഫണ്ട് ശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. സന്ധ്യ കിഡ്നി രോഗിയായി എന്നറിഞ്ഞപ്പോ പീതാംബരൻ തന്റെ ശരീരത്തിലൊരു വൃക്ക സന്ധ്യയ്ക്ക് കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഈ ഓപ്പറേഷന് ആവശ്യമായ ഒരു 5-8 ലക്ഷം രൂപ ഒരു വർഷത്തെ എക്സ്പെൻസും ഓപ്പറേഷനൊക്കെ കൂടിയിട്ട് നമുക്ക് കണ്ടെത്തണം. പറ്റാവുന്നവരൊക്കെ സന്ധ്യയെയും പീതാംബരനെയും അവരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ സഹായിക്കുക. സുമനസ്സുകളുടെ സഹായം ലഭ്യമായാൽ ജീവിതത്തിലേക്ക് തിരികെ വരാനാകുമെന്ന പ്രതീക്ഷയിലാണ് സന്ധ്യ. താന്യം പഞ്ചായത്തിലെ കേരളോത്സവം മത്സരാർത്ഥികൾക്ക് ജേഴ്സി നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ മീന സുനിൽ, രഹന പ്രജു, ആൻഡോ തുറയൻ, കോർഡിനേറ്റർ പ്രവീൺ കുമാർ എന്നിവർ നേതൃത്വം നൽകി. റെഡിയായി ഗ്രൗണ്ടിലെത്തേണ്ടതാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശാം കടവ് യൂണിറ്റിന്റെ ശീതീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജോയ് മോൻ പള്ളിക്കുന്നത്ത് അധ്യക്ഷനായി. വർഗീസ് P ചാക്കോ, സൂരജ് PS, വർഗീസ് കോടങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. 1.5 പതിറ്റാണ്ടുകാലമായി മുണ്ടൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പല്ലൻസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ പല്ലൻസ് മേക്ക് ഓവർ സ്റ്റുഡിയോ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കിഴക്കേക്കോട്ട ലൂർദുപള്ളിക്ക് എതിർവശം ഈസ്റ്റ് ഫോർട്ട് ടവറിന്റെ 2ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച പല്ലൻസ് മേക്ക് ഓവർ യൂണിസെക്സ് സലൂണിന്റെ ഉദ്ഘാടനം സിനിമാ സീരിയൽ താരം സാനിയ ബാബു നിർവഹിച്ചു. വെൻ ഗ്രൂപ്പ് ചെയർപേഴ്സൺ സുൽത്താന ഫാത്തിമ ഭദ്രദീപം തെളിയിച്ചു. ചടങ്ങിൽ പല്ലൻസ് ഗ്രൂപ്പ് സാരഥികളായ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ജോബി പല്ലൻ, അനഘ പല്ലൻ, അന്ന പല്ലൻ, ആൻഡോ പല്ലൻ, ആൻവിൻ പല്ലൻ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ, പല്ലൻസിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, മോഡലുകൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. HD വാട്ടർ പ്രൂഫ് മേക്കപ്പ്, കൊറിയൻ ഗ്ലാസ് ഗ്ലോ മേക്കപ്പ്, എയർ ബ്രഷ് മേക്കപ്പ്, സ്പെഷ്യലിസ്റ്റ് ഇൻ റഷ്യൻ ഹെയർ സ്റ്റൈൽ, സലൂൺ വിത്ത് മേക്കപ്പ് തുടങ്ങിയവയെല്ലാം പല്ലൻസ് യൂണിസെക്സ് സലൂണിന്റെ പ്രത്യേകതയാണ്. ലോകത്തിലെ നമ്പർ 1 സെലിബ്രിറ്റി റഷ്യൻ ഹെയർ സ്റ്റൈലിസ്റ്റായ ജോർജ് കോട്ട് സർട്ടിഫൈഡ് ഹെയർ സ്റ്റൈലിസ്റ്റും ഇന്റർനാഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ് ദിവ്യ ജോബി. മുണ്ടൂരിൽ പ്രവർത്തിക്കുന്ന പല്ലൻസ് ഹെയർ മാജിക്, പല്ലൻസ് മേക്ക് ഓവർ, പല്ലൻസ് ഡിസൈനർ ഷോപ്പ് എന്നിവ പല്ലൻസ് ഗ്രൂപ്പിന്റെ സഹോദര സ്ഥാപനങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400824638 8714374355. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7110 രൂപ, പവന് 56,880 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3202 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
പുതുക്കാട് നടുറോഡിൽ ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ ബാങ്ക് ജീവനക്കാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസിൽ കീഴടങ്ങിയ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച ആഘോഷിക്കും. പഞ്ചരത്ന കീർത്തനാലാപനവും ഗുരുവായൂർ കേശവൻ അനുസ്മരണവും ചൊവ്വാഴ്ച. അകവല വാഴക്കോട് ഭീതി പരത്തി ഒറ്റയാൻ. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയെ പടക്കം പൊട്ടിച്ച് വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് തുരത്തി. ചാവക്കാട് ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാനിന് തീപിടിച്ചു. സർവീസ് സെന്ററിലെ വാഹനമാണ് തീപിടിച്ചത്. ആളപായമില്ല. ലോകബാങ്കിന്റെയും IDRBയുടെയും സംഘം കടപ്പുറത്ത് കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. NK അക്ബർ MLA, ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.